പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 നമ്മൾ പാർട്ട് 3 സോഷ്യൽ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം കമ്പാരിറ്റീവ്ലി സോഷ്യൽ വർക്കിന്റെ സിലബസിന്റെ ടോപ്പിക്സ് നമുക്ക് കുറച്ച് അധികമുണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് സോഷ്യൽ വർക്ക് ആൻഡ് ഇതോടൊപ്പം തന്നെ മറ്റ് ടോപ്പിക്സും മറ്റ് സബ്ജക്ട്സും നമുക്ക് ടച്ച് അപ്പോൺ ചെയ്തങ്ങ് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഒരു ടൈം ടേബിൾ എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നു, ഒരു വീക്ക്ലി ടൈം സ്ലോട്ട്സ് ആണ് നമ്മൾ ഓരോ ടോപ്പിക്സിനും സബ്ജക്ട്സിനും കൊടുത്തേക്കുന്നത്. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. സോ ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ലെസൺ. ഇതിനകത്ത് സോഷ്യൽ വർക്കിന്റെ ഡെഫിനിഷൻ, അതിന്റെ മീനിങ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ആൻഡ് സോഷ്യൽ വർക്കിന്റെ ഗോൾസ് എന്താണ് എന്നുള്ളത് അത്രയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സോഷ്യൽ വർക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സോഷ്യൽ വർക്കിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ വെൽബീയിങ് ഓഫ് സൊസൈറ്റി അല്ലെ. സൊസൈറ്റീസിന്റെ വെൽബീയിങ് എന്ന് നമ്മൾ പറയുമ്പം അതിനകത്ത് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്, ഫാമിലീസ് വരുന്നുണ്ട്, പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസിന്റെ വെൽഫെയർ നോക്കേണ്ടത് സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നു. അപ്പോ ഇവര് എന്താണ് ഈ വെൽഫെയർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ? ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുവരുന്നു, അത് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു സൊസൈറ്റി നമുക്ക് തിട്ടപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയും, വേർ ഈച്ച് പേഴ്സൺ ഇസ് റെസ്പെക്റ്റഡ് ആൻഡ് വാല്യൂഡ്. ഓരോ വ്യക്തിക്കും അവർക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് അവർക്ക് കിട്ടും, അവർക്ക് അർഹിക്കുന്ന ആ ഒരു വാല്യൂ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് ഇത് വിൽ ഹാപ്പൻ റിഗാർഡ്ലെസ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട് ഓർ ദിയർ സിറ്റുവേഷൻ ഓർ ദിയർ സർക്കംസ്റ്റൻസ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ആ ഒരു പുരാണ കാലത്തെ അല്ലെങ്കിൽ പഴയ സൊസൈറ്റീസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്, ഓരോ വ്യക്തിയുടെ ചുറ്റുപാടനുസരിച്ച് വ്യക്തികളെ തരം തിരിക്കപ്പെട്ടിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നിന്നൊക്കെ ഒരുപാടധികം നമുക്ക് മാറ്റത്തിലേക്ക് വരാൻ സാധിച്ചത് ഈ സോഷ്യൽ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി സോഷ്യൽ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യം നമ്മൾ പറയാനാണെങ്കിൽ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആണ് അവർ ശരിക്കും കൈകാര്യം ചെയ്യുന്നത്. അവര് കൗൺസിലിംഗ് നൽകേണ്ടടുത്ത് കൗൺസിലിംഗ് നൽകുന്നു, അവര് അഡ്വക്കേസി നടത്തേണ്ടടുത്ത് അഡ്വക്കേസി നടത്തുന്നു. അഡ്വക്കേസി നമ്മൾ ഇവിടെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ശുപാർശ എന്ന ഒരു മലയാളം വാക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി അവർ മറ്റെന്താണ് ചെയ്യുന്നത്? ദേ കണക്ട് ഇൻഡിവിജ്വൽസ് വിത്ത് റിസോഴ്സസ്. ഇപ്പൊ എനിക്ക് എന്താ പറയേണ്ടത്, ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് എവിടെ പോയി ജോലി കണ്ടെത്തണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം, സോഷ്യൽ വർക്കേഴ്സിന് എനിക്ക് സഹായം തരാൻ കഴിയും. അവർക്ക് പറഞ്ഞു തരാൻ കഴിയും, ഓക്കെ നിനക്ക് ഇന്നടുത്ത് പോയാൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഇന്ന ഒരു കോഴ്സിന് പോകൂ, ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ആ ഒരു കോഴ്സിന് പോവുക. അപ്പം അവിടെയാണ് കണക്ഷൻ വിത്ത് റിസോഴ്സസ് എന്നുള്ളത് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങി അഡ്രസ് ചെയ്ത് എന്താ ഒരു സിസ്റ്റമിക് ചാലഞ്ച്, സിസ്റ്റത്തിനെ തന്നെ ചാലഞ്ച് ചെയ്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കുക. അതാണ് അഡ്വക്കേസി കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ, ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ, അത് ശരിക്കും നില ഉറച്ചിരിക്കുന്നത് എന്തിലാണ്? അതിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് മുഴുവനും സോഷ്യൽ ജസ്റ്റിസിനോടാണ്, സാമൂഹിക നീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, അതോടൊപ്പം തന്നെ ദ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും അവരുടെ ആയ ഒരു വിലയും നിലയും ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അതിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പൊ സാമൂഹിക നീതി ആൻഡ് ഓരോ വ്യക്തിയുടെയും നിലയും വിലയും അതിനെ അടിസ്ഥാനപ്പെടുത്തി. ആൻഡ് ഇതിലൊക്കെ ഉപരി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, മനുഷ്യ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ ഇവിടെ കാണുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യൽ വർക്കേഴ്സിന്റെ മറ്റൊരു കടമയാണ് ശരിക്കും ഓരോ വ്യക്തികളെയും എംപവർ ചെയ്ത് അവരുടെ ജീവിതത്തിലുള്ള ചലഞ്ചസ്, അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഓവർകം ചെയ്ത് മുമ്പോട്ട് വരിക. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് എന്തൊക്കെയാണ് ചലഞ്ചസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് കഴിയുക? ഓക്കെ, പോവേർട്ടി, ദാരിദ്ര്യം ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ.
ഡിസ്ക്രിമിനേഷൻ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. എബ്യൂസ് ഉണ്ടാകാം. എന്താ പറയേണ്ടത്, കുട്ടികളെ എബ്യൂസ് ചെയ്യുന്നത്, എബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, അവരെ ദുരുപയോഗം ചെയ്യുന്നത്, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നത്, സൊസൈറ്റിയിലെ പാവപ്പെട്ടവരെ ദുരുപയോഗം ചെയ്യുന്നത്, അതിനെയൊക്കെ കണ്ടെത്താനും തടയാനും സാധിക്കും. അതേപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, മദ്യപാനത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന്, അങ്ങനെയൊക്കെ അഡിക്ഷൻ ബാധിച്ചിട്ടുള്ള വ്യക്തികളെ ഇവർക്ക് സഹായിച്ച് തിരിച്ച് അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ഇൽനെസ് ബാധിച്ചവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഡിവോഴ്സിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയ്മെന്റ്, ജോലി നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഡിസബിലിറ്റീസ് ഉള്ളവരെ, മെന്റൽ ഇൽനെസ് ഉള്ളവരെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് റേഞ്ച്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ ഈ മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലയും ഇവർക്ക് ടച്ച് ചെയ്ത് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കാരണം ഈ സോഷ്യൽ വർക്കിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കംപ്ലീറ്റ് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു അപ്രോച്ചാണ് സോഷ്യൽ വർക്ക് പ്രധാനമായിട്ട് എടുക്കുന്നത്. ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ദേ കൺസിഡർ ദ ഹോൾ പേഴ്സൺ. ആ ഒരു വ്യക്തിയെ മുഴുവനായിട്ടും, ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, അതിന് അവർക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഫാമിലി ഡൈനാമിക്സ് ഒരു പ്രശ്നമായിട്ട് വരും, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരും. ആ ഒരു സോഷ്യൽ പോളിസീസ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന പോളിസീസ്, എഴുതി വെക്കാത്ത നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സമൂഹം അനുശാസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, അപ്പൊ സമൂഹം ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെയാണ് പോളിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, ഇതൊക്കെ എന്താ പറയേണ്ടത്, മനുഷ്യന്റെ ആ ഒരു മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. ഈ ഇഷ്യൂസ് ഒക്കെ സോഷ്യൽ വർക്കിലൂടെ പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഏജന്റ്സ് ഓഫ് ചേഞ്ച് ആണ് അല്ലെ, മാറ്റം വരുത്തുന്ന വ്യക്തികളാണ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എവർ ചേഞ്ചിങ്. ഒരിക്കലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറെ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ മാറി വരുന്ന സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് എന്താ പറയേണ്ടത്, വളരെ വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ആ ഒരു ബിഹേവിയർ എന്താണെന്നുള്ളതിന്റെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ആവശ്യമായിട്ട് വരും. സോഷ്യൽ സിസ്റ്റംസ്, സോഷ്യൽ സ്ട്രാറ്റ, ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള പല തട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടി വരും. ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു രാജ്യം തന്നെയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സോഷ്യൽ വർക്കേഴ്സിന് ഇത്തരത്തിലുള്ള നോളജും സ്കിൽസും അവർക്കുണ്ടായിരിക്കണം. അപ്പൊ എത്ര വലിയൊരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തേണ്ട വ്യക്തികളാണ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇപ്പം സോഷ്യൽ വർക്ക് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബേസിക് ഒരു ഐഡിയ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സോ നൗ ലെറ്റ് us മൂവ് ഓൺ ടു സർട്ടൻ പോയിന്റ്സ്. അപ്പൊ ഈ ഓരോ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആ ഒരു PSC എക്സാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഓരോ പോയിന്റും ഇവിടെ തിട്ടപ്പെടുത്തി എഴുതിയേക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ചോദ്യങ്ങളായി മാറി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. സോ ഡെഫിനിഷനും മീനിങ്ങും എന്ന നിലയിൽ സോഷ്യൽ വർക്കിന്റെ ഒരു ഓവർവ്യൂ, ഞാനിപ്പോ ഈ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. സോഷ്യൽ വർക്ക് എന്ന് ശരിക്കും പറയുമ്പോഴത്തേക്ക് അതൊരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആണ്. എന്താണ് ഈ ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഒരു വക്കീല് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും, ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. അതേപോലെ സോഷ്യൽ വർക്കറും പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ്ഡ് ബേസ്ഡ് പ്രൊഫഷൻ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ഒരു അക്കാഡമിക് ഡിസിപ്ലിനും കൂടിയാണ്. സോഷ്യൽ വർക്ക് നമുക്ക് കോളേജിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു അക്കാഡമിക് സബ്ജക്റ്റും കൂടിയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ സോഷ്യൽ വർക്കിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ ചേഞ്ച് അത് പ്രോത്സാഹിപ്പിക്കുക, കൊണ്ടുവരിക, ഡെവലപ്മെന്റ് കൊണ്ടുവരിക, സൊസൈറ്റിയിൽ ഒരു കൊഹഷൻ കൊണ്ടുവരിക, ആൻഡ് ആ ഒരു ആൾക്കാരെ പല
പ്രശ്നങ്ങളിൽ നിന്നും അവരെ ലിബറേറ്റ് ചെയ്ത് അവരെ എംപവർ ചെയ്ത് ശരിക്കും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ വർക്ക് വരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം തിയറീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ തിയറീസ് സോഷ്യൽ വർക്കിൻ്റെതുണ്ട്, സോഷ്യൽ സയൻസസിൻ്റെതുണ്ട്, ഹ്യൂമാനിറ്റീസിന്റെ തിയറി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒത്തിരി അധികം ഇൻഡിജിനസ് നോളജും ഇവിടെ നമുക്ക് വേണം എന്നുള്ളതാണ്. ഇൻഡിജിനസ് നോളജ് മീൻസ് ആ ഒരു ഒറിജിനൽ നോളജ് അല്ലെങ്കിൽ ആൾക്കാരെ കുറിച്ചുള്ള നോളജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യൽ വർക്കേഴ്സ്, കാരണം അവര് ആൾക്കാരുമായിട്ടാണ് ഇടപെടുന്നത്, ആൾക്കാരുടെ പ്രശ്നങ്ങളിലാണ് അവർ ഇടപെടുന്നത്. ഒരു ഡോക്ടർ ഇടപെടുന്നത് ഒരു വ്യക്തിയുടെ രോഗത്തിന് മാത്രം ഭേദം കൊടുക്കാനാണ്. ആ ഒരു രോഗിയുടെ ജീവിതത്തിലേക്ക് ഡോക്ടർ ഇറങ്ങി ചെല്ലുന്നില്ല. സോഷ്യൽ വർക്കർ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്, എന്നിട്ട് രോഗശമനം വേണമെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് സോഷ്യൽ വർക്ക് ശരിക്കും നടക്കുന്നത്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, ഹ്യൂമൻ റൈറ്റ്സ്, ഓക്കെ, ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതായത് ഈ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സമൂഹം ബെറ്റർ ആവുക എന്നുള്ളത് കളക്റ്റീവായിട്ടുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ ഒരു വ്യക്തിക്കും അത് എൻ്റെ ഉത്തരവാദിത്വം അല്ല എന്നും പറഞ്ഞ് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് നമ്മൾ ഏതൊക്കെ നോക്കുവാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, ആൻഡ് ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി തന്നെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡൈവേഴ്സിറ്റിക്ക് ആ വേണ്ട പ്രാധാന്യം കൊടുത്ത്, റെസ്പെക്ട് കൊടുത്ത്, ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഹിസ്റ്റോറിക്കൽ ശരിക്കും ആ ഒരു 19th സെഞ്ചുറിയിലൊക്കെയാണ് സോഷ്യൽ വർക്ക് ശരിക്കും ഇവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ആ ഒരു 19th സെഞ്ചുറിയിൽ ഇത് ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ തുടങ്ങി വരുന്ന ആ ഒരു സമയത്ത് ശരിക്കും വോളണ്ടറി ഫിലാന്ത്രോപ്പിയിലും ആൻഡ് ഗ്രാസ് റൂട്ട്സ് ഓർഗനൈസിങ്ങിലുമാണ് ഇത് ശരിക്കും ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ വോളണ്ടറി ഫിലാന്ത്രോഫി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആരും വന്ന് ആവശ്യപ്പെട്ടിട്ടല്ല, സ്വയമേ ഞാൻ അതിലേക്ക് വരുന്നു എന്നുള്ളത്. ഗ്രാസ് റൂട്ട് ഓർഗനൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴേക്കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ തിട്ടപ്പെടുത്തിയെടുക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോ ഇത് ശരിക്കും ഇതുണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, ആ ഒരു 19th സെഞ്ചുറി, സ്പെസിഫിക്കലി 19th സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം സോഷ്യൽ നീഡ്സ് ഉണ്ടായി, സമൂഹത്തിൽ ഒരുപാടധികം ആവശ്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ഒരെണ്ണം അതിനകത്ത് പോവർട്ടി ആയിരുന്നു, മറ്റൊരെണ്ണം അൺഎംപ്ലോയ്മെന്റ് ആണ്, ആൻഡ് മറ്റൊരെണ്ണം ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഇത് മൂന്നും ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരുപാടധികം വ്യത്യാസം നമുക്ക് നമ്മുടെ ചുറ്റാകെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഈ സൊസൈറ്റിയിലെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ടാണ് സോഷ്യൽ വർക്ക് ശരിക്കും അത് ആ ഒരു വോളണ്ടറി ആയിട്ട് അത് ചെയ്യണം, ഞാൻ സ്വയം അറിഞ്ഞ് ചെയ്യണം എന്നുള്ള ആ ഒരു നിലയിൽ ഗ്രാസ് റൂട്ടിൽ താഴെ തട്ടിൽ നിന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആരംഭിക്കാനുള്ള പ്രധാന കാരണം പോവർട്ടി അഡ്രസ് ചെയ്യുക, അൺഎംപ്ലോയ്മെന്റ് അഡ്രസ് ചെയ്യുക, ഡൊമസ്റ്റിക് വയലൻസ് അഡ്രസ് ചെയ്യുക എന്നുള്ളത്. Then the profession has evolved to include a broad range of practice areas. ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് പ്രാക്ടീസ് ഏരിയാസ് പിന്നെ ഇതിലേക്ക് വന്നു. അപ്പൊ അവിടെ പിന്നെ ചൈൽഡ് ആൻഡ് ഫാമിലി വെൽഫെയർ അവിടെ വന്നു, ക്ലിനിക്കൽ സർവീസസ് അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് വന്ന്, ഇപ്പം ഫോറൻസിക് സോഷ്യൽ വർക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാടധികം സംഗതികൾ, ഒരുപാടധികം ബ്രാഞ്ചസും വളരെയധികം ഡൈവേഴ്സിഫിക്കേഷനും സോഷ്യൽ വർക്കിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സോഷ്യൽ വർക്കിന്റെ ആ ഒരു സ്വഭാവം എന്താണെന്നും എന്താണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അൺലൈക്ക് ചാരിറ്റി വർക്ക്, സോഷ്യൽ വർക്ക് ഇൻവോൾവ്സ് പ്രൊഫഷണൽ ഇന്റർവെൻഷൻസ് ബാക്ക്ഡ് ബൈ സയന്റിഫിക് മെത്തേഡ്സ്. അപ്പൊ ഇവിടെ നോക്ക്, ചാരിറ്റി വർക്ക് ഇവിടെയുണ്ട്, പ്രൊഫഷണൽ ഇന്റർവെൻഷൻ ഇവിടെയുണ്ട്, സയന്റിഫിക് മെത്തേഡ്സ് ഇവിടെയുണ്ട്. അപ്പൊ എന്താ ശരിക്കും ഇവിടെ ഈ പറയുന്നത്, സോഷ്യൽ വർക്കിനെ പലപ്പോഴും ആൾക്കാര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. സോഷ്യൽ വർക്ക് വെറും ചാരിറ്റി വർക്ക്, ചാരിറ്റിയെ വെറും ചാരിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചാരിറ്റി എന്ന് പറയുന്നതും
വളരെ അധികം നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ചാരിറ്റി അല്ല, ചാരിറ്റി വർക്ക് അല്ല. അതേപോലെ ഒരു ഡിസാസ്റ്റർ റിലീഫ് നടത്തുന്ന വർക്ക്, ആ പണിയും അല്ല സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ സോഷ്യൽ വർക്കിൽ എന്താണ് ശരിക്കും ഉള്ളത്? അപ്പോ സോഷ്യൽ വർക്കിനകത്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുത്തുന്ന, ആൾക്കാരുടെ ബിഹേവിയറിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന എന്താ പറയേണ്ടത്, ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച്. അപ്പൊ ഇവിടെ ഫിലോസഫി ഒത്തിരി അധികം വേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. മാരിറ്റൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതാണ്, റീഹാബിലിറ്റേഷൻ കൈകാര്യം ചെയ്യുന്നു. ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്, മെന്റൽ ഇൽനെസ് ഉള്ളവർക്ക് ഉള്ള റീഹാബിലിറ്റേഷൻ. എന്തിനേറെ പറയുന്നു, ജയിലിന്റെ ഉള്ളിൽ പോലും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സോഷ്യൽ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ചാരിറ്റി വർക്ക് ആണെന്ന്. അല്ല, സോഷ്യൽ വർക്കും ചാരിറ്റിയും രണ്ടും രണ്ടാണ്. ചാരിറ്റി വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രൊഫഷണലിന്റെ ആവശ്യം അവിടെ ഇല്ല. ആ ഒരു വ്യക്തിക്ക് ചാരിറ്റി, എനിക്കിപ്പോൾ നാളെ നിന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യണം, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 പേർക്കുള്ള ഊണ് തയ്യാറാക്കിയിട്ട് ഞാൻ അടുത്തുള്ള ടൗണിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും പോയി അവിടെ ഭക്ഷണം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഒരു 10 പൊതി അങ്ങ് കൊടുക്കുക, അതൊരു ചാരിറ്റിയാണ് ഞാൻ അവിടെ ചെയ്തത്. അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ വർക്കിന്റെ ഡിഗ്രിയോ ഒരു MSWO അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് വെറുതെ അത് പോയി എന്നെ പോലെ ആർക്കും ചെയ്യാവുന്നതാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഇവിടെ നമുക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, ബിഹേവിയറൽ പ്രോബ്ലംസ്, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആൻഡ് റീഹാബിലിറ്റേഷൻ, ഇൽനെസ് ഉള്ളവരെ റീഹാബിലിറ്റേറ്റ്, മെന്റൽ ഹെൽത്ത് ഉള്ളവർക്ക് ഇവിടെ എന്താ പറയേണ്ടത്, സേവനം കൊടുക്കുക. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ പഠിച്ച വ്യക്തികൾക്കല്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങോട്ട് നാളെ ചെന്നിട്ട് ആരുടെയെങ്കിലും വിവാഹത്തിനൊരു പ്രശ്നം ഉണ്ടാ, ഞാൻ ഇടപെട്ട് പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് എനിക്ക് കൗൺസിലിംഗ് നടത്താൻ അറിയാമോ? ഞാൻ പഠിച്ചിട്ട്, അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ചാരിറ്റി ആർക്കും ചെയ്യാം, സോഷ്യൽ വർക്ക് അതിന്റെ പ്രൊഫഷണൽസിന് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ് ബിക്കോസ് because of the traditional and professional aspects of social work. സോഷ്യൽ വർക്കിന് ഒരു ട്രഡീഷണൽ ആസ്പെക്റ്റും ഉണ്ട്, ഒരു പ്രൊഫഷണൽ ആസ്പെക്ട്, ഒരു ഘടകവും അതിനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ വർക്ക് ശരിക്കും ആദ്യം വന്നത് എന്തിനാണ്? പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ആവശ്യം, അന്നത്തെ സൊസൈറ്റിയിൽ അത് ആവശ്യമെന്ന് തോന്നി ഒരു ചാരിറ്റിയുടെ രൂപത്തിൽ തന്നെയാണ് അതൊരു പക്ഷേ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ മാത്രമല്ല, അത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് that was something new. അപ്പൊ പുതിയ കാര്യങ്ങൾക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെർമിനോളജി, അതിന് ഉപയോഗിക്കാനുള്ള വാക്കുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസിന് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടുകളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ അതിന്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു സയന്റിഫിക് ഫൗണ്ടേഷൻ ഉണ്ട് സോഷ്യൽ വർക്ക്. അപ്പോൾ ഇവിടെ അതിനു മുന്നേ നമുക്ക് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു കീ ആസ്പെക്ട് സോഷ്യൽ വർക്കിന്റെ എന്ന് പറയുന്നത്, സോഷ്യൽ വർക്കർ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ, പേഷ്യന്റ് എന്നുള്ള ആ ഒരു നിലയിൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത് പേഷ്യന്റ് ആണ്. സോഷ്യൽ വർക്കറിന്റെ സഹായം നമ്മൾ തേടുമ്പോഴത്തേക്ക് നമ്മൾ ആ സോഷ്യൽ വർക്കറുടെ ക്ലയന്റായി മാറും. അപ്പൊ ഈ ക്ലയന്റും സോഷ്യൽ വർക്കറും തങ്ങളിലുള്ള ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പായി തന്നെ അതിനെ നിലനിർത്തണം. അത് സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്, സോഷ്യൽ വർക്കറുടെ എത്തിക്സിന്റെ ഭാഗമാണ്, അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അവർ തങ്ങളിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കാരണവശിരുന്നാലും അത് ഒരു ജഡ്ജ്മെന്റൽ ബന്ധമാകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പൊ നോക്ക്, ഒരു സോഷ്യൽ വർക്കർ ഒരു മദ്യത്തിന് അടിമപ്പെട്ട അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് പോകുന്നു. അപ്പൊ മയക്കുമരുന്ന് കണ്ട കഞ്ചാവും കള്ളും കുടിച്ച് നടക്കുന്നവനാ, അവൻ എന്തോ ചെയ്യാനാ? അതാണ് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവൻ കഞ്ചാവും കള്ളും ആണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ ജഡ്ജ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ആ ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും ഉണ്ടാകരുത്. കാരണം ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽ ആണെന്നും ആ ഓരോ ഇൻഡിവിജ്വലിനും ഒരു സെൽഫ് വാല്യൂ, വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളതാണ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനിലൂടെ സോഷ്യൽ വർക്കേഴ്സിനെ അവരുടെ പ്രൊഫഷണലിസം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നത്.
So they should always be non-judgmental in their approach to their clients. ഇനി മറ്റൊന്ന് ഈ ഒരു സയന്റിഫിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ വർക്ക് ശരിക്കും ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ സയന്റിഫിക് ഹ്യൂമനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സയന്റിഫിക് ഹ്യൂമനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അധികം ഏരിയാസിൽ നിന്ന് സോഷ്യൽ വർക്കിലേക്ക് ആവശ്യമായ നോളജ് വരുന്നു. അത് സോഷ്യോളജിയിൽ നിന്ന് വരുന്നുണ്ട്, സൈക്കോളജിയിൽ നിന്ന് വരുന്നുണ്ട്, ആന്ത്രോപോളജിയിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് അക്കാഡമിക് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസിപ്ലിൻസിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ നോളജ് കൊണ്ടുവന്നിട്ടാണ് സോഷ്യൽ വർക്കിൽ അതിനെ ഉപയോഗിക്കുന്നത്. എന്നാ നമുക്ക് ചാരിറ്റി ചെയ്യുന്നതിന് ഇതൊന്നും വേണ്ട അല്ലേ? ഈ പറഞ്ഞതുപോലെ നാളെ എനിക്ക് 10 പൊതി ചോറുമായിട്ട് പോയാൽ ഞാൻ ചാരിറ്റി ചെയ്തു എന്ന് എനിക്ക് പറയാം. പക്ഷെ സോഷ്യൽ വർക്ക് 10 പൊതി ചോറുമായിട്ട് പോയാൽ ഞാൻ ചെയ്യുന്നത് സോഷ്യൽ വർക്ക് ആകില്ല, അതെപ്പോഴും ചാരിറ്റി തന്നെയായി. Right. So now let's move on to the objectives of social work. ഇപ്പോൾ സോഷ്യൽ വർക്കിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ വർക്ക് കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്, അല്ല നേടിയെടുക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡൈവേഴ്സ് ആണ്, മൾട്ടി ഡയമെൻഷനൽ ആണ്. ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയില്ല. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ മൾട്ടി ഡയമെൻഷനലാണ്. അപ്പൊ ഈ എല്ലാ ഡയമെൻഷൻസിനെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം സോഷ്യൽ വർക്ക് വരാനായിട്ട്. അങ്ങനെ ആക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ആദ്യത്തേത് പ്രൊമോട്ടിങ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക. സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ്, വെൽബീയിങ് ഓഫ് ഫാമിലീസ്, വെൽബീയിങ് ഓഫ് ഗ്രൂപ്പ്സ്, വെൽബീയിങ് ഓഫ് കമ്മ്യൂണിറ്റീസ്, ഇവരുടെ ഒക്കെ വെൽബീയിങ്. അപ്പൊ ഇവരിവിടെ സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നു, പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ആൾക്കാരുടെ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻസിന്റെ റൈറ്റ്സ് അപ്ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അടുത്ത ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപവറിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പൊ ഇവിടെ എംപവറിംഗ് എന്ന് പറയുന്നത് എന്താണ്? പവർ മനുഷ്യനിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഏത് തരത്തിലെ പവറാണ് ശരിക്കും ഇവിടെ കൊടുക്കുന്നത്? ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വൾണറബിൾ ആയിട്ടുള്ള ആ ആൾക്കാർ അല്ലെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അടിച്ചമർത്തപ്പെട്ടവരും അല്ലെങ്കിൽ ഈസി ആയിട്ട് അടിച്ചമർത്താൻ കഴിയുന്ന ആൾക്കാർ, അവരെ അടിച്ചമർത്തപ്പെടാതിരിക്കാനുള്ള പവർ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട്, അപ്പോൾ അവർക്ക് അവരുടെ ചാലഞ്ചസ് ഓവർകം ചെയ്യണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? അവർക്ക് ഒത്തിരി അധികം റിസോഴ്സസും സർവീസസും ഇവിടെ ലഭ്യമായിട്ട് ആവശ്യമാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ചികിത്സയ്ക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ, അവരുടെ പഠനത്തിന് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ, അങ്ങനെ ഇപ്പൊ ഒരു തൊഴിലും അറിയാത്തവന് ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പം അവൻ എംപവേർഡായി. കാരണം ഇനി അവൻ ആ ഒരു ജോലിയിലേക്ക് കടക്കാം, ഒരു ജോലി കണ്ടെത്താം, വരുമാനം ഉണ്ടാക്കാം, ജീവിത നിലവാരം മെച്ചപ്പെടുത്താം അല്ലെ. മറ്റൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? സോഷ്യൽ വർക്കേഴ്സ് ദേ ഫൈറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ജസ്റ്റിസ്, ദേ പ്രൊമോട്ട് പോളിസീസ് ദാറ്റ് റെഡ്യൂസ് ഇനിക്വാളിറ്റീസ്. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഒരു ഇനിക്വാളിറ്റി നിലനിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഒരു തുല്യതയില്ലായ്മ, അത് പണത്തിന്റെ കാര്യത്തിലായിരുന്നാലും, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യത്തിലായിരുന്നാലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും, ചിലപ്പോൾ ഒരു കുടുംബത്തെടുത്താൽ തന്നെ അവിടെയുള്ള പല വ്യക്തികളും പല ലെവലിലായിരിക്കും അവിടെ നിൽക്കുക എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്? എക്കണോമിക് ജസ്റ്റിസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിന് ഇവിടെ ഇനിക്വാളിറ്റീസ്, ഒരു കുടുംബത്തിലെ വ്യക്തികൾ തങ്ങളിലുള്ള ഇനിക്വാളിറ്റീസ് അല്ല മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ അടിച്ചമർത്തപ്പെട്ടവര് ശരിക്കും ആ ഒരു ഈക്വാളിറ്റിയുടെ ഏറ്റവും താഴെത്തട്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈക്വൽ എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന്. ഇനി ഈ സോഷ്യൽ വർക്ക് പ്രവർത്തിക്കുന്ന ഡിഫറെന്റ് ലെവൽസ് അല്ലെങ്കിൽ ഇന്റർവീനിങ് അറ്റ് വേരിയസ് സിസ്റ്റംസ് ആൻഡ് ലെവൽസ്, ഇത് എന്താ പറയേണ്ടത്? മറ്റ് ഒരു ഒബ്ജക്റ്റീവാണ്. ഇപ്പൊ ഡിഫറെന്റ് ലെവൽസിൽ ഇപ്പൊ സോഷ്യൽ വർക്ക് ശരിക്കും ഒരു മൈക്രോ ലെവലിൽ, ഈ വാക്കുകൾ ഓർത്തു വെക്കുക, മൈക്രോ, മെസോ ആൻഡ് മാക്രോ. അപ്പൊ മൈക്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ ലെവൽ എന്നുള്ളതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെസോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണുള്ളത്.
ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 2, 3, 4, 5, 10, 20, 25, 50 ഒക്കെ ആകുമ്പോഴൊരു ഗ്രൂപ്പായി. മാക്രോ എന്ന് പറയുമ്പം ഒരു സൊസൈറ്റി ആയി മാറി. ഒരു സൊസൈറ്റിയിൽ 100 കണക്കിന് പക്ഷെ 1000 കണക്കിന് കുടുംബങ്ങൾ തന്നെ ചിലപ്പോൾ ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ വ്യത്യസ്തമായ ലെവൽസിലാണ് ഇവരുടെ ഈ ഇടപെടിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇന്റർവെൻഷൻസ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇനി സോഷ്യൽ വർക്കിന്റെ ഗോൾസിലേക്ക് നമുക്ക് കടക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം അതിന്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് വളരെ ചേർന്ന് കിടക്കുക. അപ്പൊ നമുക്ക് ഈ ഗോൾസിനെ സെപ്പറേറ്റ് നോക്കണം, ഒബ്ജക്റ്റീവ്സിനെ സെപ്പറേറ്റ് നോക്കണം എന്ന് നമ്മുടെ സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കൊണ്ട് ഈ ഗോൾസിനെ നമുക്ക് ഗോൾസിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്കൊന്ന് നോക്കണം. ഗോൾസും അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പറയാനാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. കാരണം ഇതിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഓൺ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് എൻഹാൻസിങ് ദ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത്. അപ്പോ ആദ്യത്തെ ഒന്ന് നോക്കിയേ, റെഡ്യൂസിങ് സഫറിങ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ്. അപ്പൊ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയ ഒബ്ജക്റ്റീവ്സിന്റെ റിസൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ഗോൾ എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു പ്രൈമറി ഗോൾ സോഷ്യൽ വർക്കിന്റെ എന്ന് പറഞ്ഞാല് സഫറിങ് ഇല്ലാതെയാക്കുക. അപ്പൊ അവിടെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, ഇനി എന്താ പറയേണ്ടത്, ചാലഞ്ചസ് ഒരുപാടധികം ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഇവരുടെയൊക്കെ ആ ഒരു സഫറിങ്, അവരുടെയൊക്കെ ആ ഒരു വേദന അവിടെ ഇല്ലാതെയാക്കി മാറ്റി. ഫാമിലി ഡിസ്ഫങ്ഷൻ അല്ലെ. ഫാമിലി ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും അടിയിട്ട് മക്കൾ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. Another one is enhancing social functioning. സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് അല്ലേ, നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്, നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ സോഷ്യൽ ഫങ്ഷനിങ് എങ്ങനെ, അതായത് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ പെരുമാറേണ്ടത്, ഇടപെടേണ്ടത്, അവിടെ ഒരു മാറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് സോഷ്യൽ ഫങ്ഷനിങ് അവിടെ എൻഹാൻസ് ആയിട്ട് വരും. അപ്പൊ ചിലപ്പോൾ ഫാമിലി ലെവലിലാണ് ഒരു പ്രോബ്ലം ഉള്ളതെങ്കിൽ ഒരു പക്ഷേ ഫാമിലി കൗൺസിലിംഗ് അവിടെ കൊടുക്കാം, ഫാമിലിക്ക് റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡെലിൻക്വൻസി, ഇപ്പൊ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഡെലിൻക്വൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ക്രൈം, ഇതൊക്കെ നമുക്ക് കുറച്ച് ഇല്ലാതെയാക്കിക്കൊള്ളു. ഇനി മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് ലിങ്കിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വിത്ത് റിസോഴ്സസ്. ഇത് പലപ്പോഴും നമ്മൾ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പല സ്റ്റേജസിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ ഇവിടെ ലിങ്കിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വിത്ത് റിസോഴ്സസ്. അപ്പൊ ഈ വ്യക്തികളും കമ്മ്യൂണിറ്റീസും ഒരു ഭാഗത്ത് കിടക്കുന്ന അവർക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ആവശ്യമായ റിസോഴ്സസ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത് കിടക്കുന്നത്. റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഹെൽത്ത് കെയർ ആകാം, ഒരു പക്ഷേ വിദ്യാഭ്യാസം ആകാം. ഇത് രണ്ടും നോർമലായി വരുമ്പോഴും ഒരു പക്ഷെ ഭക്ഷണം തന്നെയാകാം, ബേസിക് ആയിട്ടുള്ള ഫുഡ്, ബേസിക് ആയിട്ടുള്ള ക്ലോത്ത്സ്, ഇതൊക്കെ തന്നെ റിസോഴ്സസ് എന്ന് നമുക്ക് പറയാം. ഇത് എത്തിച്ചു കൊടുക്കുക ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ആവശ്യമുണ്ട്. ഇനി മറ്റൊന്ന് സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ പോളിസീസ് എന്ന് അല്ലെങ്കിൽ റിഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് അവരെ ഡിസ്ക്രിമിനേഷൻ, ഒരു തരം താൽക്കൽ അവർ അനുഭവിക്കാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മുമ്പോട്ട് പോകുന്നതാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാനാണെങ്കിൽ ഇംപ്രൂവിങ് സോഷ്യൽ സർവീസ് ഡെലിവറി എന്നുള്ളത്. അപ്പൊ സോഷ്യൽ സർവീസിന്റെ ഡെലിവറി തന്നെ അവിടെ ഇംപ്രൂവ് ചെയ്ത് സോഷ്യൽ സർവീസ് തന്നെ കുറെ കൂടെ ആക്സസിബിൾ ആക്കി, കുറെ കൂടെ എഫക്റ്റീവ് ആക്കി കൊണ്ടുവരണം. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ സർവീസ് സിസ്റ്റംസിനെ എപ്പോഴും ബെറ്റർ ആക്കി കൊണ്ടുവരിക. കാരണം ഈ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും എന്താ പറയേണ്ടത്, ഒരു 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 സയൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സയന്റിഫിക് ബേസിസ് ഉള്ളതാണ്. ഇതിനകത്ത് റിസർച്ചും കാര്യങ്ങളും ഒക്കെ നിരന്തരമായിട്ട് നടത്തി തന്നെയാണ് എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഓക്കെ, റൈറ്റ്. So now that brings us to the end of the nature, scope and goals of എന്താ പറയേണ്ടത്, അതായത് ഡെഫിനിഷൻ, മീനിങ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓഫ് സോഷ്യൽ വർക്ക്. ഇത്രയും നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Now ഇതിന്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് ആണ്.
അപ്പോൾ പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ്, അതിനുശേഷം സോഷ്യൽ വർക്കിന്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെത്തേഡ്സിലേക്ക് നമുക്ക് കടക്കണം. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെത്തേഡ്സിൽ നമുക്ക് കുറച്ചധികം ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രിൻസിപ്പിൾസും അസംഷൻസും വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പ്രൊബേഷൻ ഓഫീസറിന്റെ നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. റെഗുലർ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ പ്രൊബേഷൻ ഓഫീസറിന്റെ ഈ കോഴ്സിന് നമ്മളൊരു ഗോൾഡ് ബാച്ചും കൂടെ നടത്തുന്നുണ്ട്. ഈ ഗോൾഡ് ബാച്ചിന്റെ സവിശേഷതകൾ ഞാൻ പറയാനാണെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് ക്വിസ് ഉണ്ടാകും. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, അതായത് ആ ഒറിജിനൽ റിയൽ പരീക്ഷയെ ആ ഒരു എക്സാമിനെ എന്താ പറയണ്ടേ, എക്സാമിനെ പോലെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും റെഗുലർ ആയിട്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും, എങ്ങനെ ഏത് ഏരിയയിലൊക്കെ നമുക്ക് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണം. ഇനി മറ്റൊരു സംഗതി, നിങ്ങൾക്ക് നോട്ട്സ് ഇതിൻ്റെത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. ലൈവ് ആയിട്ടുള്ള ഒരുപാടധികം ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ മീറ്റിലൂടെയൊക്കെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഈ സർവീസസ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് ഒരു 700 രൂപയുടെ ഒരു വൺ ടൈം ഫീ അതിന് പേ ചെയ്യാം. ദാറ്റ്സ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എന്താ പറയണ്ട, ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലിങ്ക് അതിന്റെ ഫോം ഓപ്പൺ ചെയ്ത് ഫില്ല് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തായിരുന്നാലും ജോയിൻ ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഫോമിന്റെ ലിങ്ക് കിട്ടും. ഫോം ഫില്ല് ചെയ്ത് ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. So once again, thank you very much for joining me today, and you have a great day ahead. Thank you.